അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം മോഡൽ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ഭരണകർത്താക്കൾ നൽകിയ സമ്മാനം സ്വീകരിച്ചില്ല. ഓപ്ഷൻസ് നോക്കൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ചരിത്രം ഏതാണ്? അതെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 2. സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ്. ഓപ്ഷൻസ്: ധൂർത്ത്, മിതവ്യയം, ആർഭാടം. ചരിത്രം: മിതവ്യയം. 3. മിനൽ മവാദിൽ ഗിദാഇയ്യ. ഓപ്ഷൻസ് നോക്കൂ. അൽ അറുസ്, അൽ ഫവാക്കിഹ്, അൽ അക്വാബ്. മവാദിൽ ഗിദാഇയ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഏതാണ് ഭക്ഷ്യവസ്തു? അതെ, അറുസ്. ചരിത്രം: അൽ അറുസ്. 4. കലീമുള്ള എന്ന അപരനാമം. ഓപ്ഷൻസ്: ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചരിത്രം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 5. ആലിമു ഖുറൈശ്. ഓപ്ഷൻസ് നോക്കൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ചരിത്രം: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 6. ഒരു ദിവസത്തിന് ദുനിയാവിലെ ഡാഷ് വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 50,000. ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. 7. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഡാഷിൻ്റെ എണ്ണം കുറഞ്ഞു. അവിടെ പൂരിപ്പിക്കേണ്ടത് ജറാദിൻ്റെ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജറാദിൻ്റെ എണ്ണം കുറഞ്ഞു. 8. കൂടുതൽ കാലം ജയിൽവാസം സഹിച്ച വ്യക്തിയാണ് ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. കൂടുതൽ കാലം ജയിൽവാസം സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. 9. അക്സിറു സിക്ര ഡാഷ് ലസാത്ത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹാസിമി. അക്സിറു സിക്ര ഹാസിമിൽ ലസാത്ത്. 10. അമലുൻ ബിലാ സിക്രിൽ മനിയ്യത്തി ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ലാ അസർ. അമലുൻ ബിലാ സിക്രിൽ മനിയ്യത്തി ലാ അസർ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. അതിൽ 11 ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതം. 12 ഖൗഫ്. 13 നൂറുള്ള. 14 അനാനാസ്. ഇപ്പുറത്ത് നോക്കൂ. അള്ളാഹുവിൻ്റെ പ്രകാശം. ബി കൈതച്ചക്ക. സി കറാമത്ത്. ഡി പേടി. ഓരോന്നിനും യോജിച്ച ലെറ്റർ അതിന് നേരെ എഴുതണം. 11 ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതം. ചരിത്രം: സി കറാമത്ത്. 12 ഖൗഫ്, അതായത് ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി എന്നാണ് അർത്ഥം. 13 നൂറുള്ള, അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രകാശം. അപ്പോൾ 14 അനാനാസ്, കൈതച്ചക്ക എന്നാണ് അർത്ഥം. അപ്പോൾ ബി. സി ഡി എ ബി. ഇനി ചേരുംപടി ചേർക്കുക. അതിൽ ബി നോക്കൂ. 15 അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 16 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 17 ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 18 ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് നോക്കൂ. ഇമാമു അഹ്ലിസ് സുന്ന. ബി അവ്വലു അഇമ്മത്തിൽ അർബഅ. സി ഇമാമു ദാരിൽ ഹിജ്റ. ഡി ആലിമു ഖുറൈശ്. ഓരോന്നിനും യോജിച്ച ലെറ്റർ അതിന് നേരെ എഴുതണം. 15 ഇമാം അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ചരിത്രം: ബി അവ്വലു അഇമ്മത്തിൽ അർബഅ.
16 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ചരിത്രം എ ഇമാമു അഹ്ലി സുന്ന. 17 ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു. ചരിത്രം ബി ആലിമു ഖുറൈശ്. 18 ഇമാമു മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ചരിത്രം സി ഇമാമു ദാരിൽ ഹിജ്റ. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഉത്തരം ബഗ്ദാദിൽ. 20 തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. 21 അമാനത്ത് നഷ്ടപ്പെടൽ എന്തിൻ്റെ അടയാളമാണ്? ഉത്തരം ഖിയാമത്ത് നാളിൻ്റെ. 22 ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം? ഉത്തരം ഹിജ്റ 150. 23 അടിമ എന്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹു കൂടുതൽ സന്തോഷിക്കുക? ഉത്തരം തൗബ ചെയ്യുമ്പോൾ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പള്ളികളുടെ 5 സ്ഥലങ്ങൾ എഴുതുക. ഉത്തരം 1 കൊടുങ്ങല്ലൂർ, 2 കൊല്ലം, 3 ഏഴിമല, 4 ശ്രീകണ്ഠപുരം, 5 ധർമ്മപട്ടണം. 25ാമത്തെ ചോദ്യം മഹ്ശറിൽ ആരെല്ലാമാണ് നമുക്ക് ശുപാർശ ചെയ്യുക? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. 26 ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 5 എഴുതുക. ഉത്തരം 1 മതപരമായ അറിവ് കുറയുക, 2 പള്ളിയിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക, 3 സംഗീതമേളകളും നർത്തകിമാരും വർദ്ധിക്കുക, 4 കൊലപാതകം പരക്കുക, 5 വ്യഭിചാരം കൂടുക. 27 വല്ല ആവശ്യവും വന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തൗസുലാക്കി ദുആ ചെയ്തിരുന്നത്. 28 കേരളീയ പണ്ഡിതർ രചിച്ച ലോകോത്തര ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ 4 എഴുതുക. ഉത്തരം 1 ഹിദായത്തുൽ അദ്കിയാ, 2 ഫത്ഹുൽ മുഈൻ, 3 നഫായിസുദ് ദുറർ, 4 ഖസീദത്തു സല്ലൽ ഇലാഹ്. 29 മാദാ ഖാലൻ നാസു ലിജുറൈജിൻ ഹീന അലിമു ബറാഅതഹു. ഇവിടെ ചോദ്യം അറബിയിലായതുകൊണ്ട് ഉത്തരവും അറബിയിൽ തന്നെ എഴുതണം. ഉത്തരം ഫഅഖ്ബലു അലാ ജുറൈജിൻ യുഖബ്ബിലൂനഹു വയതമസ്സഖൂനഹു ബിഹി വഖാലു നബ്നി ലക സൗമഅതക മിൻ ദഹബ്. 30 അറബിയിൽ എഴുതുക. അസ്റിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകും. ഇതിനെ എങ്ങനെയാണ് അറബിയിൽ എഴുതുക? സൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. 31 ഞാൻ അങ്ങയോട് കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. ഇത് പറഞ്ഞ സ്ത്രീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്ത്? ഉത്തരം നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ മുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. സ്വകാര്യ മുറിയിൽ നിസ്കരിക്കുന്നതാണ് പൊതുമുറിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ വീട്ടിൽ പൊതുമുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ഇസ്ലാമിലെ ധനവിനിയോഗം. അപ്പോൾ നോക്കൂ, ഹലാലായ മാർഗത്തിലെ സമ്പാദിക്കാവൂ. പണം ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലാവണം. ധൂർത്തും പിശുക്കും പാടില്ല. ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചുവെക്കുക. നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക. അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചൽ വരുത്തുക. കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക. പൂഴ്ത്തിവെക്കുക. ഇവയൊന്നും അനുവദനീയമല്ല. കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. പാവപ്പെട്ടവരെ സഹായിക്കുക. മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക തുടങ്ങിയവ പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ്. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിനു വേണ്ടി ചെലവഴിക്കുക മുതലായവ അനുവദനീയമല്ലാത്ത ധനവിനിയോഗവും ധൂർത്തുമാണ്. 33 മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക സാമൂഹിക പുരോഗതിയുടെ രേഖ എന്തെല്ലാം? ഉത്തരം മസ്ജിദുകളും ഓത്തുപള്ളികളും കേന്ദ്രമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു.
എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവസരമുണ്ടായി. മുമ്പ് ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അറബി ഭാഷയും സാഹിത്യവും പ്രചരിച്ചു. അറബി മലയാള ഭാഷ രൂപമെടുത്തു. മലയാളം അറബിയിൽ എഴുതുന്ന സമ്പ്രദായമാണിത്. ഈ ഭാഷയിൽ നിരവധി സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. അവ അക്കാലത്തെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക സാമൂഹിക പുരോഗതിയുടെ രേഖയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.